അപ്പം തിരിച്ചിരിക്കേണ്ട നേർക്ക് നേരെ ഇരുത്തി കൊടുത്തിട്ട് ഇതുവരെ ഈ നിമിഷം ഇന്ന് പോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇന്ന് ഞാൻ ഇതുമായി ബന്ധപ്പെടാൻ നിന്നിട്ടില്ല. അപ്പൊ ഈ സ്വർണം ആർക്ക് കൊടുക്കുന്നു ഇതുവരെ അന്വേഷണമില്ല. ആരിൽ നിന്ന് കൊണ്ടുവന്നു അന്വേഷണമില്ല. ഈ ഗവൺമെന്റിന്റെ ആസ്തിയായി മാറേണ്ട സ്വർണമാണ് ഈ കൊള്ളയടിച്ചു പോകുന്നത്. ഇത് കൃത്യമായ തെളിവുകളോടുകൂടി ഞാൻ ഇവിടെ സൂചിപ്പിച്ചതാണ്. എന്റെ തെറ്റെങ്കിൽ പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഞാൻ ഒന്നും പറയുന്നില്ല. ഈ നാട്ടിൽ എന്നെ MLA ആക്കിയവരാണ് ഈ നാട്ടിലെ സഖാക്കൾ മഹാഭൂരിപക്ഷവും. രാപ്പകലില്ലാതെ അധ്വാനിച്ചവരാ. ഞാൻ മറക്കൂല. നിങ്ങൾ കാല് വെട്ടാൻ വന്നാലും ആ കാല് നിങ്ങൾ കൊണ്ടുപോയാൽ ഞാനൊരു വീൽ ചെയറിൽ ഇങ്ങനെ വരും. മനസ്സിലായോ? അതുകൊണ്ടൊന്നും ഇവിടുന്ന് ഒന്നും പിന്തിരിയുമെന്ന് ആരും കരുതണ്ട. വെടിവെച്ച് കൊല്ലേണ്ടി വരും. പറ്റുമെങ്കിൽ ചെയ്യ്, അല്ലെങ്കിൽ ജയിലിൽ അടക്കേണ്ടി വരും. പലതും വരുന്നുണ്ടല്ലോ. ഞാൻ ഏതായാലും അവനെ ഒരുങ്ങി നിൽക്കുക. ഇന്നിപ്പോ ആ വാർത്ത വന്നപ്പോ ഞാൻ നമ്മളെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞു, സിഗരറ്റ് നിങ്ങൾ കൊടുത്തരണം കേട്ടോ, ജയിലിൽ അവിടെ കിട്ടൂല. ഞാൻ ഇടയ്ക്ക് സിഗരറ്റ് വലിക്കലുണ്ട്. അത് മാത്രം ചെയ്തു തന്നാ മതി. അപ്പൊ ഞാൻ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും തയ്യാറെടുക്കുക. എന്റെ വായ ഞാൻ ഈ പറഞ്ഞവിടത്ത് നിൽക്കുകയാണ്. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 3-4 സ്വർണ്ണക്കള്ളക്കടത്തും, മാമി കേസും, റിദാൻ കേസും, താനൂർ കേസും, ഈ പറയുന്ന ഡാൻസ് ഓഫ് സംഘങ്ങളുമായി ബന്ധപ്പെട്ടതിൽ ഞാൻ ഇപ്പൊ ഒതുങ്ങി നിൽക്കുക. താനൂര് ജിഫ്രി കേസ് തങ്ങളില് ആ ദിവസം കംപ്ലീറ്റ് CCTV ഓഫാക്കിയിരിക്കുകയാണ്. ഓഫല്ല, ഫൂട്ടേജുകൾ മുഴുവൻ എടുത്ത് പോലീസ് നശിപ്പിച്ചിരിക്കുകയാണ്. കാരണം CBI വേറെ ആരെങ്കിലും വന്നാൽ ഒരു കഷ്ണം കിട്ടിയിട്ടില്ല, ഒരു കഷ്ണം. അപ്പൊ ഈ രീതിയിൽ കാര്യങ്ങൾ പോവാ. അപ്പൊ ഇതിനൊക്കെ പ്രശ്നം എന്താണ്? ആർക്കും ഈ പറയുന്ന നീതി കിട്ടാത്തതിന്റെ കാരണം എന്താ? അതാണ് ഞാൻ പറയുന്ന നെക്സസ്. എന്താണ് NEXUS, നെക്സസ്. മനസ്സിലായോ? ആ കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നണില്ലേ? ആ വാക്ക് കേൾക്കുമ്പോ തന്നെ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടം. ചെറുപ്പക്കാർ മനസ്സിലാക്കിക്കോളി. ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കണോലും കരുതിക്കോളി. ഓരോ തക്ബീർ, അല്ലാഹു അക്ബർ, നല്ലോം കരുതിക്കോളി മക്കളെ. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് കരുതിക്കോളി. അപ്പോ ഇതിലൊരു വിഭാഗം ഭാരത് മാതാ കീ ജയ് അതുകൂടി കൂടും. ഇതൊക്കെ പാടെങ്ങനെയാ? ഇങ്ങനെ. മനസ്സിലായോ? വെറുതെ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. ഇതിലൊരു വിഭാഗം നേതാക്കൾ, എല്ലാരും പറയുന്നില്ല, ഒരു കേസും തെളിയില്ല. നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഈ നിൽക്കുന്നതിൽ ലീഗ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, അതൊന്നും ഇല്ലാത്തവരുണ്ട്, BJP ഉണ്ട്, RSS ഉണ്ട്, എല്ലാവരും ഉണ്ടാവും. ഇതൊക്കെ പാടിന്റെ ആൾക്കാരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നലെ DC സെക്രട്ടറി പറഞ്ഞൊരു പ്രസ്താവന, EN മോഹൻദാസ്, ഈ നാട്ടിലെ സകലമാണ്, ഞാനത് കാണിക്കാൻ TV ഇതൊക്കെ കൊടുന്നു വെച്ചില്ല, ആകെ ചവിട്ടി പൊളിഞ്ഞു പോയി. ഇന്നെ കുറച്ച് വീഡിയോസ് വിടാനായിരുന്നു, നിവർത്തില്ല. ഇനിയുണ്ടല്ലോ നമുക്ക് പറയാം. അപ്പൊ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് ഈ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട രാജ്യദ്രോഹികൾ. അന്ന് എടുത്ത് കേൾക്കണങ്ങൾ. ഇന്നലെ അദ്ദേഹം നടത്തിയ പത്രപ്രസ്ഥാനം. ഈ കാണുന്നവരൊക്കെ കള്ളക്കടത്തുകാരാണ്, ഈ കാണുന്നവരൊക്കെ കൊള്ളക്കാരാണ്. ഒന്ന് സ്വയം പതിനുള്ളിൽ നോക്കണം. EN മോഹൻദാസിന്റെ സ്റ്റേറ്റ്മെന്റാ. എവിടത്തേക്കാ പോകുന്നത്? സുജിത്ദാസിന്റെ പേര് ഇങ്ങനെ പറയുമ്പോഴേക്കും ഇങ്ങനെ എന്താ അറിയോ, തേനൊലിക്കുക. ആരെ? മോഹൻദാസിന്റെ. ഇന്നലെ എന്താ പറഞ്ഞു? ഏതെങ്കിലും മനുഷ്യൻ ചെയ്യോ ഒരു ഫോൺ കോള്? മാന്യമായ പൊതുപ്രവർത്തനം നടത്തണം, ചെയ്യോ ഫോൺ കോൾ ചോർത്തൽ? മുഖ്യമന്ത്രിക്കും അതിലാ വിഷമം, ഈ ചങ്ങാതിക്കും അതിലാ വിഷമം, മോഹൻദാസിന്. എന്തേ? അങ്കിൾ മോഹൻദാസിന്റെ അങ്കിൾ എന്റെ അടുത്തുണ്ട്. ഓന്റെ അന്നത്തെ ഫോൺ റെക്കോർഡില് ഞാൻ ഈ പാർട്ടി ജില്ലയിൽ കുട്ടിച്ചോറാണ്ടാച്ച് വിടായിരുന്ന മോഹൻദാസിനെ പറഞ്ഞ് സുജിത്ദാസ് ഇങ്ങനെ പറയുന്നത് കേട്ടാൽ ഞാനിങ്ങനെ ഒലിക്കുക. ഈ സംസ്ഥാനം, ഈ ജില്ല കുട്ടിച്ചോറാക്കിയത് ഈ കോലത്തിൽ ക്രിമിനൽ കേസുകൾ വർദ്ധിപ്പിച്ച് രാജ്യത്തിന്റെ പാർലമെന്റിൽ ഇനി ഒരു ചോദ്യം വരും. എന്താ ചോദ്യം അറിയോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ള
ജില്ല ഏതാണ് വന്നിട്ടില്ല ഇപ്പം. അപ്പൊ കൊടുക്കും. ഏത്? മലപ്പുറം ജില്ല 50,000 45,000. ഓഹോ, അപ്പൊ പാർലമെന്റിൽ ചർച്ചയായി. എന്താ അവിടുത്തെ പ്രത്യേകത? അവിടെ 90% മുസ്ലിങ്ങളാണ്. ആഹാ, അത് ശരി. ഇതാണില്ലേ മുസ്ലിങ്ങളുടെ സ്ഥിതി? ഇവരെ വളർത്താൻ പറ്റൂല ഈ രാജ്യത്ത്. കൊണ്ടുപോകാൻ നിൽക്കാണ്. ആരാ ഉണ്ടാക്കി കൊടുത്തത്? ഈ സുജിസ്ഥാനെ മടിയിൽ വെച്ച് പാലൂട്ടിയവനാര്? സഖാക്കൾ പറയണം. നിങ്ങളൊക്കെ DC ഓഫീസിൽ പോയവരാണല്ലോ ഈ LC സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറിമാരും. പ്രിയപ്പെട്ട സഖാക്കളെ, ഒരു കാര്യം നടന്നോളൂ പോലീസിൽ. നിങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഞാൻ മിഞ്ഞാന്ന് വരെ നിങ്ങളോട് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. നമ്മളെല്ലാവരും കൂടി ആലോചിച്ച് സങ്കടപ്പെട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇതിന് എന്ത് പരിഹാരം അന്വറാക്കാം എന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. മറക്കാനായിട്ടില്ലല്ലോ. മിനിയാന്നല്ലേ നമ്മൾ ചായ കുടിച്ചത്. അവരുടെ അഭിമാനം കാക്കാൻ ഈ അങ്ങാടിയിലെ ഓട്ടോറിക്ഷക്കാർക്ക് അവരുടെ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കാൻ 1000 റുപ്യക്ക് ഓടുന്ന ഓട്ടോറിക്ഷക്കാരന് 5000 ഫൈന്. മോട്ടോർ സൈക്കിളിൽ 3 ആള് പോയാൽ 3 ആളെ പേരിൽ FIR. ഒരു 4 കൊട്ട മണ്ണ് ലൈഫ് പദ്ധതിയിൽ ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ അത് മാന്തിയിട്ട് കൊണ്ടുപോയാൽ അവന് 30,000 ഫൈന്. അല്ല, ഒരുപാടുണ്ടെന്ന്. നിങ്ങളൊക്കെ വന്നൊന്ന് പറയതേ. എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊക്കെ ഉണ്ടാക്കണ എന്താ? ഇപ്പഴാ പറയണ ക്യാമറ ഉണ്ട്. ആണുങ്ങളെ മാതിരി നിന്ന് പറയണം, പ്രതിരോധിക്കണം, ജനങ്ങൾ ഒന്നാകണം. ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയും പറഞ്ഞ് നടക്കുക. നിങ്ങളൊക്കെ മനുഷ്യരായി കാണണം. ഈ മനുഷ്യരെ ഒന്നിട്ടെങ്കില് ഈ നെക്സസ് പൊളിയുള്ളൂ. ആ നെക്സസിനെ തകർക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഉണ്ടോന്ന്? അത് തകരാതെ ഈ നാട് രക്ഷപ്പെടും നിങ്ങൾ കരുതണ്ട കേട്ടോ. തമിഴ്നാട്ടിൽ പോയി നോക്കിയാല് കാണൂല നിങ്ങൾക്ക്. ആന്ധ്രയിൽ പോയി നോക്കിയാൽ ഇത്ര ബന്ധം ഒരിക്കലും ഭരണപക്ഷ പ്രതിപക്ഷ നേതാക്കന്മാർ തമ്മിലില്ല. യോഗിയൊക്കെ ഉണ്ടാവും. ഈ തരത്തിലെ അങ്കിൾ ബന്ധമുണ്ടല്ലോ. ഈ രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് നമ്മൾ കാണില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് കേരളത്തിലെ ജനങ്ങൾ നിൽക്കുന്നത് എന്ന്. ഈ മുഴുവൻ ഓപ്പറേഷൻ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് കടന്നു കൊടുക്കുകയാണ്. മനസ്സിലായോ? എന്താ കാര്യം? ഈ പറഞ്ഞ ഒരു വിഭാഗത്തിന് അത്യാവശ്യം മടിയിൽ കനണ്ട്. ഞാനും എന്റെ കെട്ടിയവനും തട്ടാളും മതി അറിഞ്ഞല്ലോ. പറഞ്ഞില്ലേ? അത് തന്നെയാണ്. ഞമ്മക്ക് മനസ്സിലാവില്ല. അപ്പൊ ഞാന് ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഉണ്ട്. സ്ലിപ്പ് വന്നിട്ടുണ്ട്. ഞാൻ പറയണോ നിങ്ങളോട്? ഞാൻ പറയണോ? ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ പറയാതെ തന്നെ അനുഭവസ്ഥരാ. അവിടെ 70% ഫോറസ്റ്റ് ആണ് നിലമ്പൂർ മണ്ഡലത്തിൽ. എന്താ സ്ഥിതി? ഒരാൾക്ക് കഴിയുന്നില്ല. കുത്തിമറിക്കില്ലേ പന്നി? ഇപ്പൊ ഒരു മാസം മുമ്പല്ലേ മൂത്തയിടത്തൊരു കുട്ടി അറിവ് ജോലിക്ക് പോകുന്ന കുട്ടി രാവിലെ പന്നി കുടിച്ച് റോഡിൽ തലയടിച്ച് വീണ് മരിച്ച്. ആന, എത്ര ആന? ഒരു മനുഷ്യത്വം ഇല്ലാത്തവരാണ് ഇവര് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. 3 ദിവസം നിലമ്പൂരിലല്ല, കേരളത്തിന്റെ നിയമസഭയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു തവണയല്ല, പലതവണ. ഇതിനു മുമ്പ് മന്ത്രി ഒരു അദാലത്ത് വിളിച്ചിരുന്നു കരുളായിൽ. കേട്ടവരിവിടെ ഉണ്ടാകും. ഇതിനപ്പുറം ഞാൻ അന്ന് പറഞ്ഞതാ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ ഇതിൽ ഇടപെടണം. അതൊരു ഘടകക്ഷിയുടെ വകുപ്പ് എന്ന നിലയ്ക്ക് അതിൽ മാറി നിൽക്കരുത്. കേന്ദ്രത്തിൽ നിന്നുള്ള പ്രയാസങ്ങൾ അറിയാം, എന്നാലും സ്റ്റേറ്റ് ഇടപെടണം. എത്ര എണ്ണത്തിനെ ചവിട്ടി തേച്ചു. രാത്രി വീട്ടിലേക്ക് പോകാൻ എത്ര പേർ ധൈര്യത്തിൽ പോകും 8 മണി കഴിഞ്ഞാൽ? ഒരു ഫെൻസിങ് വേലി കെട്ടാൻ 2021 അവസാന 21 ബഡ്ജറ്റിൽ 2.5 കോടി റുപ്യ കയ്യും കാലും പിടിച്ചു വാങ്ങി ഇവിടെ കൊണ്ടേ കൊടുത്ത.
ആ പ്ലാന് കൊടുത്തില്ല ഈ ചങ്ങാതി, അന്നത്തെ ഫോറസ്റ്റ് DF അറിയാം നമുക്ക്. ആ ഫണ്ട് ലാപ്സായി പോയി. ഇപ്പൊ 15.5 കോടിയുടെ പദ്ധതിയാണ് മിനിയാന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഫോറസ്റ്റ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. അതിലാകെ 1.5 കോടി റുപ്യയാണ് ഈ ആനയെ തടുക്കാനുള്ള ഫെൻസിങ്ങിന്. ബാക്കി 3/4 പങ്കും നിലവിലുള്ള നല്ല കെട്ടിടങ്ങളുള്ള റേഞ്ച് ഓഫീസുകളിൽ പുതിയ കെട്ടിടം 2.25 കോടി റുപ്യ കരുളായിലെ റേഞ്ച് ഓഫീസ്. ഇവിടെ ഇഷ്ടം പോലെ കെട്ടിടം കിടക്കുന്നു. ഈ ടീക്ക് പ്ലാന്റേഷന്റെ അപ്പുറത്തെ ഇൻഡസ്ട്രിയലിനകത്ത് ഒന്ന് റെഡിയാക്കി എടുത്താൽ ഉപയോഗിക്കാൻ പറ്റുന്ന കെട്ടിടങ്ങൾ പൊളിഞ്ഞ് തകർന്നുകൊണ്ടിരിക്കുന്നു. 2.25-3 കോടി റുപ്യ. കരുളായിൽ 3-4 ഒരു റോഡ് വീതി കൂട്ടാൻ 1/2 സെന്റ് ഭൂമി തരാത്ത ഫോറസ്റ്റുകാർ 1 ഏക്കറോളം ഭൂമി ഇതിൽ മരം മുറിച്ചിട്ടാണ് ഈ കെട്ടിടങ്ങൾ കെട്ടിയിട്ടുള്ളത്. ആരാ ചോദിക്കാൻ? ആര് ചോദിക്കും? ചോദിക്കാൻ ആളില്ല. ആനകൾക്ക് തീറ്റയില്ല. പുലികളുടെ തീറ്റയായ പുള്ളിമാൻ ഉൾപ്പെടെയുള്ള കാട്ടാട് പോലുള്ള ഒരു സാധനവും കാട്ടിലില്ല. എന്താ കാരണം? ആവാസ വ്യവസ്ഥിതി നിലനിർത്താനാണ്. വേണം. ആവാസ വ്യവസ്ഥിതി നിലനിൽക്കണമെങ്കിൽ ആനക്ക് കഴിക്കാനുള്ള ഭക്ഷണം അവിടെ വെക്കണം. മുള കുഴിച്ചിടണം. ആന തിന്നുന്ന ചെടികളുണ്ട്, അത് കുഴിച്ചിടണം. മരം തിന്നോ ആന? തിന്നോ? ആ മരം ആന കഴിക്കണമെന്നിടത്താണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ. വിശന്ന് പൊരിഞ്ഞിട്ടാണ് ആന ഈ പച്ചപ്പും തേടി നാട്ടിലേക്ക് ഇറങ്ങുന്നത്. കാട്ടിലൊക്കെ പണ്ട് കുളം കുത്തുമായിരുന്നു ഫോറസ്റ്റ്. എന്തിനാ? ഈ മൃഗങ്ങൾക്ക് കുടിക്കാൻ. ഈ കുളങ്ങൾ മുഴുവൻ മൂടപ്പെട്ടു പോയി. കുടിവെള്ളമില്ല മൃഗങ്ങൾക്ക് കുടിക്കാൻ കാട്ടിൽ. ഒരു തവണയല്ല, പലതവണ ആവർത്തിച്ച് ഈ മലയോര മേഖലയിൽ പോകുന്ന ജനപ്രതിനിധി എന്ന നിലക്ക് നേരിട്ടും അല്ലാതെയും നിയമസഭാ പ്രസംഗങ്ങളിലും ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. ഒരു അനക്കുണ്ടായോ? ഇവിടുത്തെ മാത്രമല്ല, മൊത്തം പ്രശ്നം. അപ്പോ അവസാനം കുറച്ച് കുളം കുത്താൻ തീരുമാനിച്ചു. അതിലൊരു ദിവസം പോത്തലിൽ തന്നെ വിളിക്കാണ്, അനുറാക്ക ഒന്ന് വരണം, ഈ കുളം കുത്തുന്ന അങ്ങാടിന് കുറച്ച് അപ്പുറത്താണ്. ഞാൻ ചെന്ന് നോക്കുമ്പോ ടാറിട്ട റോട്ടിൽ നിന്ന് ഒരു 200-250 മീറ്റർ അകലെ അങ്ങനെ നോക്കിയാൽ കാണാം. അപ്പൊ എന്താണ്? എല്ലാ ആനകളും കൊണ്ട് വരി, മക്കളെ വരി. എന്തിനാണ്? ചവിട്ടി നിരങ്ങാൻ. വെള്ളം അവിടെ കിട്ടുമല്ലോ. ഇതാണോ ഫോറസ്റ്റിംഗ്? മനുഷ്യവാസ പ്രദേശത്ത് നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്തോ 3 കിലോമീറ്റർ അപ്പുറത്തോ ആണ് കുളം കുത്തേണ്ടത്. അപ്പൊ അതിനെങ്ങോട്ട് ആകർഷിക്കുക? എന്തിനാ? മനുഷ്യൻ വിട്ടിട്ട് പോണം. ഇപ്പൊ അതിനൊരു പദ്ധതിയുണ്ട്. ഫോറസ്റ്റിനോട് അരികിൽ താമസിക്കുന്നവർക്ക് വിട്ടിട്ട് പോകാൻ 15 ലക്ഷം റുപ്യ കിട്ടും. കരുളായി പോത്തുകല്ലിൽ മീറ്റിംഗ് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ പോകരുത്. ഞാൻ ശക്തമായി എതിർത്തു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളെ ഗതികേടാണ് അനുറാക്ക, പോകില്ല, നിവൃത്തില്ല, ഈ ആനശല്യം കൊണ്ട് ഞങ്ങൾക്കൊരു മാർഗമില്ല. 10, 50, 60 ലക്ഷം വിലയുള്ള വസ്തു വെറും 15 ലക്ഷം രൂപക്ക് കൊടുത്തിട്ട് പോന്നു. നീ എന്താ സംഭവിക്കാൻ പോകാറ്? ഞങ്ങള് അതൊക്കെ ഫോറസ്റ്റ് ഒക്കെ എടുത്തു. ഞാൻ ഇപ്പുറത്ത് വീടില്ലേ, അപ്പൊ ആന അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പൊ എന്താവും? പുറത്ത് നിൽക്കുന്നവർക്കും ജീവിക്കാൻ മാർഗം ഉണ്ടാവില്ല. 1-2 കൊല്ലം കഴിഞ്ഞ് ഓലും കൊടുക്കും. അങ്ങനെ കാടിറങ്ങി വന്ന് നിലമ്പൂർ അങ്ങാടിയിലെത്തും. ഇത് വലിയൊരു മാനിപ്പുലേഷൻ ആണ്. അത് പറയണമെങ്കിൽ 1 മണിക്കൂർ വേണം. എന്താ പുലി ഇങ്ങനെ ഇറങ്ങുന്നത്? ഈ പുലി നരിയൊന്നും മുമ്പ് ഉണ്ടല്ലോ അല്ലെ? നമ്മളൊക്കെ പണ്ട് കേട്ട ഫറൂഖിൽ പുലി ഇറങ്ങിയൊരു കഥ കേട്ടിട്ടുണ്ട്. അന്ന് ഞാൻ 8ാം ക്ലാസ് പഠിക്കുക. ഇപ്പൊ എന്താ പുലി ഇറങ്ങുന്ന അറിയാം നമുക്ക്? കേട്ട വിവരം ശരിയാണെങ്കിൽ നമ്മുടെ ഇതര സംസ്ഥാനങ്ങളുണ്ടല്ലോ അപ്പുറമൊക്കെ നിൽക്കുന്നത്, അവര് പിടിക്കുന്ന പുലി കൂട്ടിലാക്കിയിട്ട് ബൗണ്ടറി കൊടുത്ത് തട്ടുണ്ട്. അന്വേഷിക്കണം. മനുഷ്യനെ എങ്ങനെയെങ്കിലും പുറത്തു ചാടിക്കണം.
ഈ മേഖല മുഴുവൻ കയ്യിലൊതുക്കാൻ വേറൊരു ടീം വരാൻ പോകുന്നു നാട്ടിൽ. അതിന്റെ മുന്നൊരുക്കമാണ്. രോഹിംഗ്യയിലുണ്ടായ വിഷയം എന്താണ്? അവിടെ ആ പ്രദേശത്ത് മനുഷ്യർ വസിച്ചിരുന്ന സ്ഥലത്ത് ഒരു 600 കിലോമീറ്റർ ദൂരം ചുറ്റളവിൽ ഇവര് താമസിക്കുന്നതിന്റെ ഭൂമിന്റെ അടിയിൽ സ്വർണം കണ്ടെത്തി. സർക്കാർ മിണ്ടിയില്ല. ഒഴിഞ്ഞു പോകാനുള്ള പാക്കേജുകൾ കൊടുത്തു, അവർ പോയില്ല. ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് ഇറക്കി. ഇപ്പോൾ മൈനിങ് ആരംഭിക്കുക എന്ന് പറഞ്ഞതുപോലെ ഇതിന്റെയൊക്കെ പിന്നാമ്പുറം പലതുമാണ്. അപ്പൊ ഇനി ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഈ നെക്സസ് തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണം. ഇപ്പം പലരും വിളിക്കുന്നുണ്ട്. ഈ നെക്സസിന്റെ ഒരു ഭാഗം ആ ജില്ലാ സെക്രട്ടറിയുടെ ആ പത്രപ്രസ്താവനയല്ലാത്ത എന്താ ഇത്, എന്താണ് പറയാം, പത്രക്കാരോട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ കേൾക്കണം കേട്ടോ. അൻവറും ഏതോ ഒരുത്തൻ എവിടുന്നോ വന്നു എന്തൊക്കെയോ ചെയ്തൊക്കെ പോട്ടെ, ഒരാളും സ്വീകരിക്കൂല. ലീഗുകാർക്ക് വേണ്ടായിരുന്നു, കോൺഗ്രസോ ഓൾക്ക് പറ്റൂല എന്ന് പറഞ്ഞു. ഞങ്ങള് തള്ളി. ഇനി എന്ത് ചെയ്യും അൻവർ? അൻവർ ഒറ്റക്കാണ്. ഒരു നാവ്, ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് നാവുണ്ട്, പറയും ഞങ്ങള്. അപ്പൊ ഒരു തീരുമാനാക്കി, ഞങ്ങൾ ഇവിടുന്ന് തട്ടുട്ടോ, അവിടുന്ന് പിടിക്കരുതിട്ടോ. മനസ്സിലായോ? അതാണ് നെക്സസ്. പക്ഷെ ഈ നെക്സസിന് പുറത്ത് കോൺഗ്രസിലും ലീഗിലും അല്ലാത്ത പാർട്ടിയിലൊക്കെ ആളുണ്ടല്ലോ, ഓലൊക്കെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ പോരണേ പോരി, ഞങ്ങൾ സ്വീകരിച്ചോളാം. അമ്മ പറഞ്ഞാടെ നിൽക്കട്ടെ, ഞാൻ ജനങ്ങളോടൊന്നും ചോദിക്കട്ടെ, ജനങ്ങളോട് പറയാനില്ലെന്ന് പറഞ്ഞു കഴിയട്ടെ. അപ്പൊ നിങ്ങൾ വേറെ പാർട്ടി ഉണ്ടാക്കുവോ? ചോദ്യമാണ്. ഞാൻ പറഞ്ഞു ജനങ്ങളോട് ചോദിക്കട്ടെ, ഞാനൊരു പാർട്ടി ഉണ്ടാക്കുന്നില്ല. പക്ഷെ കേരളത്തിലെ ജനം ഒന്നായിട്ടൊരു പാർട്ടിയായി മാറിയാൽ ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും പറഞ്ഞു. മനസ്സിലായില്ലേ? ഞാനായിട്ടൊരു പാർട്ടി ഉണ്ടാക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ ജനം ഒരു പാർട്ടിയായി മാറിയാൽ അതിന്റെ ബാക്കിൽ ഞാനും ഉണ്ടാവും. യാതൊരു തർക്കമില്ല. അത് ജനമാണ് തീരുമാനിക്കേണ്ടത്. ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, സത്യസന്ധമായി മനസ്സിലാക്കണം. എന്തിന് ഇത്ര റിസ്ക് ഞാൻ എടുക്കുന്നത്? എനിക്കെന്ത് ലാഭം? ഇവരെ കൂടെ നിന്ന് ഈ നാട് മുഴുവൻ ശത്രുക്കൾ ഉണ്ടാക്കി ഞാൻ LDF-ലാവുന്നു. സകല മന്ത്രിമാരെയും നേതാക്കന്മാരെയും അരച്ച് തേച്ചു നിയമസഭയിൽ പുറത്തും. ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ സ്വത്തും മുതലും സമ്പത്തും മുഴുവൻ കള്ളക്കേസുകൾ കൊടുത്ത് കോടതിയിലെത്തി ഓരോന്ന് ഊരി എടുത്ത് പോരുകയാണ്. ഇപ്പോ കക്കാടംപൊയിൽ പാർക്കിന്റെ ഫയൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്താ 3 ദിവസം. പറയും നോക്ക്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവരാണ് അവസാനം അന്വേഷണം നടത്തിയത്. ഈ രാജ്യത്തെ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ അവസാനത്തെ അതോറിറ്റി. അവരെ കൊണ്ടുവന്ന് അവർ പഠനം നടത്തി മാസങ്ങളോളം. പഠന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. അവര് പറഞ്ഞു ഈ പാർക്ക് നിൽക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏരിയയിലല്ല, അതുകൊണ്ട് പാർക്ക് പ്രവർത്തിപ്പിക്കുന്നതിന് ഒരു തടസ്സമില്ല. പക്ഷേ അവിടെ ചില റീറ്റെയിൻ വാളുകൾ കെട്ടണം. പൂളിന്റെ താഴെ ഭാഗത്ത് 8 മീറ്ററും 10 മീറ്ററും ഉയരത്തിൽ 10ഉം 25ഉം മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് വാളുകൾ കെട്ടി അതിനെ സ്റ്റെബിലൈസ് ചെയ്യണം ചില സ്ഥലങ്ങള്. അതാണ് അവരെ കൊടുത്ത റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ NIT-ലെ എഞ്ചിനീയർമാർ ഒരു പ്ലാൻ ഉണ്ടാക്കി, അത് അപ്രൂവ് ചെയ്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. കോപ്പി ടു CM. ഞാനിങ്ങനെ വരച്ചെങ്കിലും എനിക്കിട്ട് വരുള്ളൂ. എന്റെ എത്ര ലക്ഷം എത്ര കോടിയുടെ പ്രോപ്പർട്ടിയാ നിങ്ങൾക്കറിയാം. ആ ഘട്ടത്തിലാണ് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഇത് വിളിച്ചു പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ ജ്യേഷ്ഠന്മാർ എന്നോട് ചോദിച്ചു, നിനക്ക് പ്രാന്താണോ എന്ന്. നിങ്ങൾ മനസ്സിലാക്കണം. ഒരു IPS ഉദ്യോഗസ്ഥൻ 4-5 ദിവസം കാലിൽ ചുറ്റുകയാണ്. നിങ്ങൾ അടിമയായി ഞാൻ ഈ നാട്ടിൽ 25 കൊല്ലം സേവനം ചെയ്യും.